അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ ഗോവിന്ദൻ മാഷിന്റെ അവസ്ഥയെ പറ്റിയാണ്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയെ പോറ്റി കണ്ടിട്ടേ ഇല്ല, ആ വീഡിയോ ആകെ AI ആണ് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ മണിക്കൂറിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലിഫ് ഹൗസ് തന്നെ ആ വീഡിയോ പുറത്തുവിട്ടു. ഗോവിന്ദൻ മാഷ് എന്ത് ന്യായീകരണവുമായി പിന്നീട് വരുന്നത് നമ്മൾ കണ്ടില്ല. അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ നേരിട്ട് നിയന്ത്രണമുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ്, നിസ്സാര പോസ്റ്റല്ല കേട്ടോ. അപ്പോ ഭരണചക്രത്തിന് മേൽ നിയന്ത്രണമുള്ള ആളാണ് ആ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ പ്രസിഡന്റ് അറസ്റ്റിലായി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് പറയാണ് യാതൊരു തരത്തിലും പാർട്ടിക്ക് സ്വർണ്ണക്കളയുമായി ബന്ധമില്ല എന്ന്. അദ്ദേഹം അത് പറഞ്ഞ് ഏതാണ്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ അത് CPI വിലയിരുത്തൽ വരുന്നത് ശബരിമല കൊള്ള അത് വലിയ രീതിയിൽ ബാധിച്ചുവെന്നും ഈ പറയുന്ന LDF നേതാക്കളെ, CPI എങ്ങനെ പറയാൻ പറ്റും, LDF നേതാക്കളെ പുറത്താക്കാത്തത് വലിയ രീതിയിൽ ബാധിച്ചുവെന്നും പറയുകയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ഗോവിന്ദൻ മാഷ് അടുത്ത ദിവസം ഭവന സന്ദർശനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ട താഴെ തട്ടിലുള്ള സഹാക്കളോട്. അപ്പൊ അവർക്ക് പോകുന്ന വഴിക്ക് ആ വീടുകളിൽ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ കുഞ്ഞു കുട്ടികൾ തൊട്ട് ഇന്ന് അവരുടെ നാവിൽ തത്തിക്കളിക്കുന്ന പാട്ട്, സ്വർണം കട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ, സ്വർണം കട്ടതിൽ അറസ്റ്റിലായത് ആരപ്പ, അത് N. വിജയകുമാറാണ് അയ്യപ്പ, N. വിജയകുമാർ ആരാണ് അയ്യപ്പ, അത് CPM ആണ് അയ്യപ്പ എന്ന പാട്ടാണ്. അപ്പൊ ഇന്നത്തെ പാരഡിയുടെ ലൈൻ അതാണ്. അപ്പൊ നാളെ അത് ചെല്ലുമ്പോ സ്വർണം കട്ടതിൽ അറസ്റ്റിൽ ആയത് ആരപ്പ എന്ന് ചോദിക്കുമ്പോ അത് കടകപ്പള്ളിയാണ് അപ്പ എന്ന് അവിടെ നിന്ന് ആരെങ്കിലും പാടിയാൽ അതിൽ കുറച്ച് സംയമനം പാലിക്കാനുള്ള ക്യാപ്സ്യൂൾ കൂടി AKG സെന്ററിൽ നിന്ന് വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യപ്പെടേണ്ടതാണ്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം.